കഴിഞ്ഞ സർക്കാർ, അതായത് LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ച LDFിൻ്റെ സർക്കാർ പോണ പോക്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. എന്തായാലും പോവുകയാണല്ലോ, തിരിച്ചു വരികയാണെങ്കിൽ എപ്പോഴാലോചിക്കാം, വന്നില്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് വിധി എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങളങ്ങ് പ്രഖ്യാപിച്ചു. 2 ഗഡു, പിന്നെ 2 തവണയുള്ള പെൻഷൻ കൊടുക്കുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു, 1500 എന്നുള്ളത് 2000 ആക്കുന്നു, 1600 ഉള്ളത് 2000 ആക്കുന്നു. പിന്നെ വേണ്ട ബഹളം അതിൽ കൂട്ടത്തിൽ 35 വയസ്സിനും പിന്നെ എന്താ 18 വയസ്സ് 35 വയസ്സിന് 40 വയസ്സോ മറ്റൊരു പ്രായമൊക്കെ വെച്ചിട്ട് സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്ന പരിപാടി എല്ലാവർക്കും കിട്ടത്തില്ല. സാധാരണ വീട്ടമ്മമാർക്ക്, എല്ലാ വീട്ടമ്മമാർക്കും കിട്ടത്തില്ല. ഈ ദാരിദ്ര്യരേഖ മറ്റ് പല ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഒരു സുരക്ഷാ പെൻഷൻ സ്ത്രീകൾക്ക് കൊടുക്കാൻ, സുരക്ഷാ എമൗണ്ട് വേതനം പോലെ, തൊഴിലാളി വേതനം പോലെ കൊടുക്കാൻ 1000 രൂപ കൊടുക്കാനൊരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം ഇനി ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു തീരുമാനം സർക്കാർ എടുക്കേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരണോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുമെന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ, പിന്നെ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു, പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അത് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് 3000 രൂപ ആക്കുന്നത് ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ അതിന് ഉത്തരവുമായി 3000 രൂപ ആളുകൾക്ക് കിട്ടും. ഈ മാസത്തെ 3000 രൂപ കിട്ടും. അതേസമയം ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് വലിയ മാറ്റം വരും. അതൊന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെ കൊടുക്കണം, ഏത് വിഭാഗത്തിന് കൊടുക്കണമെന്ന് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഇദ്ദേഹം പറയുന്നത്, അതായത് മുഖ്യമന്ത്രി പറയുന്നത്. ബഡ്ജറ്റിൻ്റെ അവതരണത്തിലുള്ള ബഡ്ജറ്റ് പൊതു ചർച്ചയിലാണ്, നിയമസഭയിലെ ചോദ്യോത്തര വേളയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ക്ഷേമ പെൻഷൻ അർഹരവരിലേക്ക് എത്തുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സംവിധാനം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കും. അർഹരായ ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്, അനർഹരായവർ പലരും പട്ടികയിൽ ഉണ്ടെന്നും ഇത് പരിശോധിക്കുമെന്നും ഗവൺമെൻറ് സൂചിപ്പിച്ചിട്ടുണ്ട്. അർഹരായ ഒരാളിന് പോലും പെൻഷൻ മുടങ്ങില്ല. പക്ഷേ അനർഹരായിട്ടുള്ള നിരവധി പേർ അത് വാങ്ങുന്നുണ്ട്. അതിൽ ഒരു മാറ്റം വരും. ലോസ് ഏഞ്ചൽസിലുള്ള ഒരാൾ ഈ മാസം പെൻഷൻ വന്നില്ലെന്ന് പറഞ്ഞതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മകൻ വിദേശത്തുള്ളത് കൊണ്ട് അമ്മയ്ക്ക് പെൻഷൻ അയോഗ്യത പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്തു. അർഹരായവർക്ക് കിട്ടാതെ പോകരുതെന്നുള്ള മാത്രമേ കരുതുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനർഹർക്ക് കിട്ടരുത് എന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുവെന്നാണ് പറഞ്ഞത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ തൊട്ട് മുമ്പ് തുടങ്ങിയതാണ് ഈ പദ്ധതി. ഇത് തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും വിശദമായ ചർച്ച ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കിട്ടും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചന നടത്തേണ്ടി വരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുമോ ഇല്ലേ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല. പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്തായാലും ജനങ്ങൾക്ക് കൃത്യമായി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതിപ്പോൾ തന്നെ ഓർഡറായി കൊടുക്കുന്നു. അതിന് 3000 രൂപ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് 65 ലക്ഷത്തോളം ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം ഇതിൻ്റെ പിറകെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ അനർഹരായിട്ട് വാങ്ങിച്ചിട്ടുള്ളവർ ജാഗ്രതയിൽ, അർഹരായിട്ടും പുറത്തു നിൽക്കുന്നവർ സന്തോഷത്തിലാകുക. നിങ്ങളെ അകത്ത് കയറാൻ പറ്റും. അകത്ത് കയറിയ പലർക്കും പുറത്ത് ഇറങ്ങേണ്ടിയും വരും.